സർ, സാർ ഫുള്ള് പറയണു ബയോളജിയിൽ ഇങ്ങനെയാ, ബയോളജിയിൽ ഇങ്ങനെയാ. നമ്മള് ഹ്യൂമൻ ബീങ്സിനെ ഫ്രീ വീലിംഗ് ഇന്റലിജൻസ് എന്നാ പറയണം. നമ്മൾ ആനിമൽസ് അല്ല. സെക്സ് തോന്നുമ്പോ അപ്പൊ തന്നെ കാണുമ്പോ പോയി ചെയ്യാന് പോയിന്റ്സ് ഉണ്ട്. ബയോളജി അല്ലാതെ സാറ് കുറച്ച് സൈക്കോളജിയും കുറച്ച് ബ്രെയിനും ഒക്കെ സൈക്കോളജി പഠനം എടുക്കാം. കൺട്രോൾ എല്ലാം ബയോളജി അല്ല, സൈക്കോളജി കൂടി ഉണ്ട്. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ APA ഒരു ടാസ്ക് ഫോഴ്സിനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ബയോളജി പോലെ സൈക്കോളജി വേണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതായാലും ആ ഒരു കാര്യം അത് കുറച്ചും കൂടി ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഇത് ശരിക്കും ഒരു ടാസ്ക് ഫോഴ്സ് ആണ്. ഇപ്പോൾ ഈ APA അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഒരു ടാസ്ക് ഫോഴ്സിനെ നിയമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയിൽ അത്രയും ഡേഞ്ചറസ് ആയ അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു സംഗതി വരുമ്പോഴാണ് ഇവർ ഒരു ടാസ്ക് ഫോഴ്സ് എന്ന് വെച്ചാൽ ഒരു പൂൾ ഓഫ് ഒരു ബെസ്റ്റ് സൈക്കോളജിസ്റ്റിനെ ഒരു ടാസ്ക് കൊടുക്കുകയാണ് ഒരു പഠനം നടത്താൻ. അപ്പോൾ ഇത് 2005 കൊടുത്ത പഠനം 2 വർഷത്തിന് ശേഷം 2007 റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടിൽ പറയുന്നത് വെച്ചാൽ സെക്ഷലൈസേഷൻ ഓഫ് ഗേൾസ്, അതായത് വളർന്നു വരുന്ന പെൺകുട്ടികളെ സെക്ഷലൈസ് ചെയ്യുന്നുണ്ട് നമ്മളെ സമൂഹത്തിലുള്ള കൾച്ചറുകൾ. അതിലൊരു കാരണം പറയുന്നത് ഫാഷൻ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതായത് ഈ ബോഡി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഇത്തരം സെക്ഷൽ ഇമേജസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ വളർന്നു വരുന്ന പെൺകുട്ടികളുടെ സെൽഫ് എസ്റ്റീമിനെ കുറക്കുന്നുണ്ട്. അവർക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ഉണ്ടാക്കുകയാണ്. അത് വെച്ചിട്ട് പിന്നെ ഈ വളർന്നു വരുന്ന പെൺകുട്ടികളുടെ ഈ സെക്ഷലൈസേഷൻ അവരും എന്താണ് അവരുടെ സൊസൈറ്റിയിലെ വാല്യൂ നിശ്ചയിക്കുന്നത് അവരുടെ സെക്ഷൽ അട്രാക്റ്റീവ്നെസ്സിലാണ്. അപ്പോൾ ഒരു പെണ്ണിന് സെക്ഷൽ അട്രാക്റ്റീവ്നെസ് ഉണ്ടെങ്കിലേ സൊസൈറ്റിയിൽ വാല്യൂ ഉള്ളൂ എന്നുള്ളതാണ്. അതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വളർന്നു വരുന്ന ഓരോ പെൺകുട്ടിയും അവരെ മാക്സിമം സെക്ഷലൈസ് ചെയ്യാൻ നോക്കും, ബോഡി എക്സ്പോസ് ചെയ്തിട്ട്, എന്നാലേ സൊസൈറ്റിയിൽ അവർക്ക് വാല്യൂ ഉള്ളൂ. ഇതാണ് ഈ റിപ്പോർട്ട് പറഞ്ഞത്. അത് ഭയങ്കര ഡേഞ്ചർ ആയ ഒരു സംഗതിയാണ്. അതിൻ്റെ ഒരു കാരണം ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഇങ്ങനെ സെക്ഷലൈസേഷൻ കൊണ്ട് ഒരുപാട് കോൺസിക്വൻസുകൾ അത് എണ്ണി അതിൽ പറയുന്നുണ്ട്. ഒന്ന് കോഗ്നിറ്റീവായിട്ട്, ഈവൻ ഇങ്ങനെയുള്ള ഇതിലൂടെ കടന്നു പോകുന്ന കുട്ടികളെ സംബന്ധിച്ചുള്ള അവരുടെ മാത്ത് ഇമ്പയർ ആകുന്നു, അല്ലെങ്കിൽ മാത്ത് പെർഫോമൻസ് കുറയുന്നു. അതേപോലെ തന്നെ എല്ലാ നിലക്കുള്ള അത്തരത്തിലുള്ള കോഗ്നിറ്റീവ് എബിലിറ്റീസ് കുറയുന്നു. അതേപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത്, നേരത്തെ പറഞ്ഞ പോലെ ഇമേജ് ഡിസാറ്റിസ്ഫാക്ഷൻ, സ്വന്തത്തോടുള്ള ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നു, ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ, ഫിസിക്കൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, സെക്ഷുവാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഡിമിനിഷ്ഡ് സെക്ഷൽ ഹെൽത്തും കാര്യങ്ങളും, ഇങ്ങനെ 4 ഹെഡിങ്സിൽ വെച്ചിട്ട് ഇത്തരത്തിലുള്ള കുറേ കോൺസിക്വൻസുകൾ തന്നെ. അതുപോലെ അതിൽ പറഞ്ഞ വേറൊരു കാര്യം, ഇതിന് എക്സ്പോസർ ആകുന്ന മെയിൽസ് ഉണ്ടല്ലോ, ആണുങ്ങൾ, അവരുടെ സെക്ഷൽ മെൻ്റൽ ഹെൽത്തിനെ ഇത് മോശമായിട്ട് ബാധിക്കുന്നുണ്ട്, നെഗറ്റീവായിട്ട്. അപ്പോൾ അത്രയും ഇതൊരു നേരത്തെ പറഞ്ഞ ഒരു ടാസ്ക് ഫോഴ്സിനെ നിയമിക്കണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം പ്രിവാലൻ്റ് ആയ ഒരു ഇഷ്യൂ ആയതുകൊണ്ടാണ് അത് വളരെ കൃത്യമായിട്ട് ഈ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ പഠനത്തിൽ അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വെറും ബയോളജി നമ്മൾ കുറച്ച് ബയോളജിക്കലി അങ്ങനെയാണെന്ന് പറയല്ല, മറിച്ച് ആളുകളെ ബാധിക്കുന്ന. ഇതിൽ ഇപ്പോൾ കോട്ട് ചെയ്യുന്ന ഒരു ബുക്ക് ഉണ്ടല്ലോ, ഷീല ജഫറിൻ്റെ 2005 ഇറങ്ങിയൊരു ബുക്കുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ വജൈന ശരിക്കും പറയുന്നത് പെണ്ണിൻ്റെ ശരീരത്തിലേക്കുള്ള പുരുഷൻ്റെ ആക്സസ് കൂടി എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഈ ബോഡി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ്. അതിൻ്റെ മുമ്പ് അവർ എഴുതിയൊരു പുസ്തകമാണ് ബ്യൂട്ടി ആൻഡ് മിസോജിനി, സൗന്ദര്യവും സ്ത്രീ വിരുദ്ധതയും. എങ്ങനെയാണ് സ്ത്രീ സൗന്ദര്യം സ്ത്രീ വിരുദ്ധതയായി മാറുന്നത് എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് പറയുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ അതിലൊക്കെ പറയുന്നതാണ് ഈ പുരുഷൻ്റെ ഒരു സെക്ഷൽ എക്സ്പെക്റ്റേഷൻ ഉണ്ട് സൊസൈറ്റിയിൽ, അതിനോട് ഫിറ്റായിക്കൊണ്ട് പെണ്ണിനെ ഒരുക്കുകയാണ് എന്ത് ഈ ഫാഷൻ ഇൻഡസ്ട്രി അടക്കമുള്ള ഈ കോസ്മെറ്റിക്സ് അടക്കമുള്ള പെണ്ണിൻ്റെ സൗന്ദര്യം എടുത്ത് കാണിക്കുന്ന എല്ലാ ഇൻഡസ്ട്രി, മീഡിയം, ഫാഷനും എല്ലാം ചെയ്യുന്നത് എന്താ വെച്ചാൽ ആണിൻ്റെ സെക്ഷൽ എക്സ്പെക്റ്റേഷന് പാകമായി പെണ്ണിനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് സത്യത്തിൽ ഇവർ ചെയ്യുന്നത്. ഒരു മിസോജനി, ഒരു സ്ത്രീ വിരുദ്ധതയാണ്, ഒരു പാട്രിയാർക്കിയാണ്. അതാണ് അവരെ ലാസ്റ്റ് ഇറങ്ങിയ പുസ്തകത്തിൻ്റെ പേര് പീനൈൽ ഇമ്പീരിയൽസ് എന്നാണ്. ഭയങ്കര ടൈറ്റിലാണ്. പീനൈൽ ഒരു പുരുഷ ജനനേന്ദ്രിയത്തിൽ അടിസ്ഥാനത്തിൽ ഒരു സാമ്രാജ്യത്വം, അത് ആ ഒരു പെണ്ണിനെ അടിമയാക്കിക്കൊണ്ടുള്ള ഒരു സാമ്രാജ്യത്വമാണ്. അല്ല, ഇത് ശരിക്കും ഇവരൊക്കെ ഈ ഫെമിനിസത്തിന്റെ റാഡിക്കൽ ഫെമിനിസത്തോട് നമുക്ക് ഒരുപാട് വിയോജിപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഫെമിനിസത്തിൽ അവർ വളരെ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു പിന്നെ പാട്രിയാർക്കിയെ തിരിച്ചറിയാൻ പറ്റുന്നത്. പക്ഷെ അത് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ നമ്മളെ ഇവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയൊക്കെ അവരിതൊക്കെ പറയുന്നത് പെണ്ണ് ചൂഷണം ചെയ്യപ്പെടരുത് എന്നുള്ളതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പൊ അത് തിരിച്ചപ്പെടാതെ ഇത് ആണ് വിമൻ എംപവർമെന്റ് എന്ന്, അതായത് എന്താണോ റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ പാട്രിയാർക്കിയാണ് അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണെന്ന് പറയുന്നത്, അതേ കാര്യത്തെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ഒരു ഷീല ജഫ്രി പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഇപ്പോൾ ഇവര് ഇപ്പോൾ സ്ത്രീകൾ പറയുന്നതൊക്കെ എൻ്റെ ചോയ്സ് ആണെന്ന്, ഞാൻ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് ഞാൻ ഇങ്ങനെ വസ്ത്രം ധരിക്കണൊക്കെ എൻ്റെ ചോയ്സാണ്. ആ ചോയ്സ് പോലും ഒരു സോഷ്യൽ പ്രഷറാണ് എന്നാണ് പറയുന്നത്. അതൊരു മെയിൽ ഡൊമിനൻസിൽ നിന്നുണ്ടാകുന്ന ഒരു സോഷ്യൽ പ്രഷറാണ്. അതുപോലെ അവരെ ഇഷ്ടമല്ല, അവരങ്ങനെ ആ പ്രഷർ കൊണ്ട് അവരങ്ങനെ ചെയ്തു പോവുകയാണെന്നുള്ളതാണ്.
അപ്പോൾ ആ നിലക്കുള്ളൊരു ശരിക്കും ഒരു മാനിപ്പുലേഷനാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അത് തിരിച്ചറിയാൻ ഈ ഒരു പാട്രിയാർക്കി, ഒരു റാഡിക്കൽ ഫെമിനിസ്റ്റുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ ബൈ പ്രൊഡക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ പുരുഷന് വേണ്ടി ഫിറ്റ് ഇൻ ചെയ്യപ്പെടേണ്ടി വരുന്ന സ്ത്രീകളും സ്ത്രീ ശരീരങ്ങളും എന്നുള്ളത്. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത്. എനിക്ക് ചോദിക്കാനുള്ളത് ബയോളജി സാറിനോടാണ്. സാറിന്റെ പല സ്റ്റേറ്റ്മെന്റും എനിക്ക് തോന്നുന്നു എല്ലാ പുരുഷന്മാരെയും അധിക്ഷേപിക്കുന്നതാണെന്ന്. കാരണം സാറ് പറഞ്ഞു ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് തോന്നുന്നത് ലൈംഗികതയാണ് എന്നുള്ളത്. മെഡിക്കൽ ഫീൽഡില് ഓങ്കോളജി ഉണ്ട്, ഗൈനക്കോളജി ഉണ്ട്, അതിനകത്തൊക്കെ പുരുഷന്മാര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവര് ഇപ്പൊ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ച ഒരു സ്ത്രീയുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നത് ഒരു ഓങ്കോളജി ഡോക്ടർ ആണെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും ആ ബ്രസ്റ്റിനെ കാണുന്നത്? നല്ലൊരു ചോദ്യമാണ്, ഞാൻ പറഞ്ഞോട്ടെ. ഒന്നാമത്തത്, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതല്ല, മറിച്ച് ഒരാളുടെ വിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുരുഷന്റെ തലച്ചോറിൽ എന്ത് സംഭവിക്കും? ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടാൽ അവന്റെ പോസ്റ്റ് സെൻട്രൽ ഗൈറസ് ആക്ടിവേറ്റ് ആകും എന്നുള്ളത് ബയോളജിയാണ്. ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള സയൻസ് ആണ് പറഞ്ഞത്. അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ പുരുഷന്മാരെ മൊത്തം അടിച്ചാക്ഷേപിക്കുന്നു, ഞാൻ പുരുഷവിരുദ്ധനായിട്ടുണ്ട്. അപ്പോൾ എനിവേ അതിൽ പറഞ്ഞത്രേ ഉള്ളൂ. പിന്നെ വളരെ സിമ്പിളായിട്ട് ഒരു നഗ്നത കണ്ടാൽ സെക്ഷൽ സ്റ്റിമുലസ് തോന്നും, ഒരു ഭംഗിയുള്ളൊരു പെണ്ണിനെ കണ്ടാൽ എന്നുള്ള ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന, ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ അപ്പോൾ ഒന്നുകിൽ നമ്മൾ ചെയ്യേണ്ടത് അതില്ല എന്ന് പറയുന്നുണ്ടെന്ന് പറയണം, അത് രണ്ടും ചെയ്യാതെ വേറൊരു സിനാറിയോ അവിടേക്ക് കൊണ്ടുവരികയാണ്. അപ്പം ഡോക്ടേഴ്സ് സർജറി ചെയ്യുമ്പോൾ പലതും ഇപ്പോൾ ബ്രസ്റ്റ് കാണാം, അല്ലെങ്കിൽ ഗൈനക്കോളജിയിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് കാണുമ്പോൾ ഇതൊന്നും ഇല്ലേ എന്നുള്ളത് വെച്ചിട്ട് അത് ക്യാൻസൽ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു രൂപത്തിലാണ് ചോദ്യം വന്നു കൊടുക്കുന്നത്. നോർമലി ഇപ്പോൾ ഒരു നോർമൽ സിനാരിയോയിൽ ഇപ്പോൾ ഒരു പെണ്ണിനെ കണ്ടാൽ, ഒരു പെണ്ണിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നെയ്ക്കഡ് അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആയ ഒരു ബോഡിയിൽ ഒരു പെണ്ണിനെ കണ്ടാൽ സ്വാഭാവികമായിട്ടും പുരുഷന് ഇപ്പോൾ ഇതിൽ പറയുന്ന പോലെ തന്നെ ഈ സെക്ഷൽ അറോസൽ ഉണ്ടാവും. പക്ഷെ അതിന് ഇപ്പോൾ ഇതിൽ കുറേ പേപ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഡുവൽ കൺട്രോൾ മോഡൽ, ഇപ്പോൾ 2 രൂപത്തിൽ ഇപ്പോൾ സെക്ഷൽ അറോസൽ ഉണ്ടാകുമ്പോൾ സെക്ഷൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ സെക്ഷൽ ഇൻഹിബിറ്റും ഉണ്ട്. ഇപ്പോൾ സെക്ഷൽ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഫാഷൻ ഷോക്ക് ഇരിക്കുമ്പോഴോ, അതല്ലെങ്കിൽ പിന്നെ നമ്മളൊരു ഇപ്പോൾ ഒരു ഐറ്റം ഡാൻസ് കാണുമ്പോഴോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മൾ എക്സ്പോസ്ഡ് ആയൊരു ആ ഒരു സിനാരിയോയിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അവിടെ പിന്നെ നമ്മളതിലേക്ക് എക്സ്പോസ്ഡ് ആയാൽ നമ്മളെ ശരീരത്തിൽ പ്രത്യേകിച്ച് സ്വിച്ചൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് സെക്ഷൽ അറോസൽ തോന്നണം, ഇത് വളരെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കണം. നമുക്ക് എങ്ങനെയാണ് വിശപ്പ് തോന്നുന്നത് അതേപോലെ തന്നെ സെക്ഷൽ ഇൻട്രസ്റ്റും തോന്നും ആ സിനാരിയോയിൽ എത്തുമ്പോൾ. അതുകൊണ്ടാണ് നമുക്ക് ബെഡ്റൂമിൽ ഇത് തോന്നുന്നത്. നമ്മൾ കല്യാണം കഴിഞ്ഞാലൊക്കെ പിന്നെ ഇണയുമായിട്ട് തോന്നുന്നതൊക്കെ അതുകൊണ്ടാണ്. ബെഡ്റൂമിൽ കല്യാണം കഴിഞ്ഞിട്ട് ശരീരത്തിൽ പ്രത്യേകിച്ച് സ്വിച്ചൊന്നും ആരും ഓണാക്കുന്നില്ലല്ലോ, അപ്പോൾ അത് അവിടെ തോന്നുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ സെക്ഷൽ ഇൻഹിബിഷൻ വരുന്ന ചില പിന്നെ കേസ് എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ശരീരത്തിൽ അഡ്രീനാലിൻ എഫക്റ്റ് ഉണ്ടാകുമ്പോൾ അഡ്രീനാലിൻ പിന്നെ സെക്രീഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇൻഹിബിഷൻ വരും. ഇപ്പോൾ ഫിയർ, സ്ട്രെസ്സ് അല്ലെങ്കിൽ ഹൈലി മോറൽ കൺസേൺ ഒക്കെ ആകുമ്പോൾ സെക്ഷൽ അറോസൽ തോന്നുന്ന സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ തന്നെ അതിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ ആ ഇൻഹിബിറ്റ് ചെയ്യുന്നതിൽ ഒന്നാണ് അതായത് ഇപ്പോൾ സർവൈവൽ മോഡിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഒരു ഡോക്ടർ സർജറി ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിൽ തന്നെ വേറൊരു ആൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ പെൺസുഹൃത്ത് വെള്ളത്തിൽ മുങ്ങിയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത്. അത് സർവൈവൽ മോഡാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു അഡ്രീനാലിൻ റഷാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്, ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നുള്ള മോഡാണ്. അപ്പോൾ നമ്മൾ ആ ഒരു അഡ്രീനാലിൻ മോഡിൽ കോർട്ടിസോൾ ബ്ലഡിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊരു സെക്ഷൽ ഇൻഹിബിഷനാണ് അവിടെ വരിക. അപ്പോൾ നമുക്കതല്ല തോന്നുക. അപ്പോൾ ഈ രൂപത്തിലാണ് ഇതിൻ്റെ സിനാരിയോ വർക്ക് ചെയ്യുന്നത്. അതല്ലാതെ ഒരു ഫാഷൻ ഷോ എന്നുള്ളത് ഒരു സർവൈവൽ മോഡല്ല. അത് വളരെ കാഷ്വലായി കൂളായിട്ട് ഇരുന്നിട്ട് ഒരു ഷോ കാണരുത്, വളരെ എൻ്റർടൈൻമെൻറ്റ് മൂഡിൽ ഇരുന്നിട്ട് ലേഷർ മൂഡിൽ ഇരുന്നിട്ട് കാണുന്നതാണ്. ആ സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാകുന്ന എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, സെക്ഷൽ എക്സൈറ്റ്മെൻറ്റ്. അവിടെ ആ ഫീൽ ഉണ്ടാവും. മാത്രമല്ല ഇതിൽ നമുക്ക് ഈ അഡ്രിനാൽ നമ്മൾ പറയുന്നത് തന്നെ ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ അതിനുള്ള ഹോർമോൺ എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, നമ്മൾ ഒന്നുകിൽ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓടുക എന്നുള്ള ഇതിലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ബോഡിയിൽ നോർമലി നടക്കുന്ന പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഹിബിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് ഒരു നല്ല ഫുഡ് കണ്ടാൽ, ഇപ്പോൾ എനിക്കൊരു മന്തി കണ്ടാൽ എനിക്ക് എന്തുണ്ടാവും, തിന്നാൻ തോന്നും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ബയോളജിക്കലി പറയണം. അതിന് ഒരുപാട് വിശദീകരണങ്ങൾ നമുക്ക് ശാസ്ത്രീയമായിട്ട് പറയും. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ പിന്നെ ഒരു പേപ്പട്ടി നിങ്ങളെ കടിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു മന്തി കണ്ടാൽ അവിടെ ഇരുന്നിട്ട് നിങ്ങൾ മന്തി കഴിക്കുമെന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുന്ന അതേപോലെയാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. കാരണം ഒരു പേപ്പട്ടി കടിക്കാൻ വരുമ്പോൾ എൻ്റെ ബോഡിയിൽ ഉണ്ടാവുന്നത് ഈ പറഞ്ഞ അഡ്രിനാലിനാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് ഒന്നുകിൽ പേപ്പട്ടിയെ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യുക, ഓടി രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമായിരിക്കും എൻ്റെ ചിന്തയിലുണ്ടാവുക. അവിടെ എൻ്റെ പിന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഡിസയറുകൾ മൊത്തത്തിൽ ഇൻഹിബിറ്റ് ചെയ്യപ്പെടും. ഞാൻ അവിടുന്ന് ഈ സർവൈവൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്യും. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്.
അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ പേപ്പട്ടി കടിക്കാൻ വരുമ്പോൾ എനിക്ക് മന്തി കഴിക്കാൻ തോന്നുന്നില്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് മന്തി കണ്ടാൽ വിശക്കൂലെന്ന് വരൂലല്ലോ. ഇതേപോലെ തന്നെയാണ് എന്ത് ഒരു ഡോക്ടർക്ക് സർജറി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മുങ്ങി താഴുമ്പോൾ ഒരു സ്ത്രീയെ കാണുമ്പോൾ നമുക്ക് വേറെ ഒന്നും തോന്നൂല. അതൊരു റിയാലിറ്റിയാണ്. കാരണം ആ സമയത്ത് നമ്മൾ മറ്റേ മോഡിലേക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന സെന്റേഴ്സ് ഡിഫറെന്റ് ആണ്. ആ രൂപത്തിൽ സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻസിനെ കുറിച്ച് നമുക്കറിയാം. ആ പാരാസിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ ഉണ്ടാവുമ്പോൾ ഏതൊക്കെയാണ് ആക്ടിവേറ്റ് ആവുക, ഏതൊക്കെ പിന്നെ ഇവൻ നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയുടെ ഡയലേഷനുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സലൈവ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട്, അങ്ങനെ ബോഡിയിലുള്ള ഏകദേശം എല്ലാ സ്ഥലത്തും വന്നിട്ട് ആ ഡിഫറൻസ് ഉണ്ട്. ഒരു നമ്മൾ സർവൈവൽ മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ അപ്പോൾ ആ ഡിഫറൻസസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നേരത്തെ പറഞ്ഞത് റദ്ദാവുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും മിനിമലായിട്ട്. അപ്പോൾ ഇതിലൊക്കെ ഉള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് ബയോളജി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് വീണ്ടും. അപ്പോൾ ബയോളജിയും സൈക്കോളജിയും ഒക്കെ അത് നമ്മൾ പൊതുവായി പറയുന്ന കാര്യങ്ങളെ ഇത്തരത്തിലുള്ള എക്സെപ്ഷണൽ കേസസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സർവൈവൽ മോഡിലേക്ക് മാറുന്നതൊന്നും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിഷേധിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൽ ചുരുക്കി പറയാനുള്ളത്. സാറ് നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇപ്പോ ഫാഷൻ ഷോയില് എക്സ്പോസ് ചെയ്ത് നടക്കുമ്പോഴേക്കും നിങ്ങൾക്ക് തോന്നുന്ന ബ്രെയിൻ സെൽ എക്സെട്രാ എക്സെട്രാ എക്സെട്രാ. സോ സയൻസ് ആണെന്നാ പറഞ്ഞു. ഓഫ് കോഴ്സ്. ആൻഡ് വാട്ട് ഐ ആം ആസ്കിങ് ഇസ്, ഞാനും ഒരു മോഡലാണ്, ഞാനും ഫാഷൻ ഷോ ചെയ്തിട്ടുണ്ട്. സോ എന്റെ കൂടെ നിൽക്കുന്ന കോ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാര് ദേ ഓൾസോ ഡ്രസ് എക്സ്പോസീവ്, ഐ മീൻ മെൻ. എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ സാർ, ഇതിൽ കുഴപ്പമുണ്ടോ? നല്ല ചോദ്യമാണ്. നല്ല ചോദ്യമാണ്. അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ സ്ത്രീകൾ പൊതുവെ ഇപ്പോൾ ഒരിക്കലും ഒരു പെണ്ണിന് ആണിൻ്റെ ബ്രെയിൻ കൊണ്ട് ചിന്തിക്കാൻ കഴിയില്ല. അത് ആണിൻ്റെ ബ്രെയിൻ തന്നെയാണ്. രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഇതിലിപ്പോൾ ആവർത്തിച്ച് പറയുന്ന വിഷ്വൽ സ്റ്റിമുലി അത് പിന്നെ ആണിനേ ഉള്ളൂ. പെണ്ണിനാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ഒന്നാമത് അത് ഇഷ്ടപ്പെട്ട ആളാവണം. പെണ്ണിനെ സംബന്ധിച്ച് ഒരു സെക്ഷൽ അറോസൽ തോന്നണമെങ്കിൽ ഒന്ന് ഇഷ്ടപ്പെട്ട ആളാവണം. പിന്നെ അയാളുടെ അടുത്ത് നിന്നുള്ള ഫ്ലേട്ടിങ് വരണം, കെയറിങ് വരണം, ടച്ച് വരണം. ഇതൊക്കെ കൂടി ആയാലേ എന്താവുള്ളൂ. അത് ഒരു ഫ്ലൈറ്റിൻ്റെ കോക്പിറ്റ് പോലെയാണ്. അതിൽ കുറേ സാധനങ്ങൾ ബാലൻസിൽ വന്നാലേ പെണ്ണിന് ആ ഒരു ഫീലിലേക്ക് വരുള്ളൂ. പക്ഷെ ആണിന് അങ്ങനെയൊന്നുമില്ല. ആണിന് ഇത് ഒരു എത്ര സ്ട്രേഞ്ചർ ആയാലും ആണിനെ സെക്ഷൽ അറോസൽ വരും. അപ്പോൾ അത് പല ആണുങ്ങളും അത് അവരുടെ ഒരു മാന്യത കൊണ്ട് അവരതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതാണ്. അങ്ങനെയാണ് അവർ ബിഹേവിയർ. അതാണ് ഒരു ജെൻറ്റിൽമാൻ ബിഹേവിയർ എന്ന് പറയുന്നത്. പക്ഷേ അത് അവർക്ക് എന്നോട് തോന്നുന്നില്ല, എനിക്ക് അങ്ങോട്ടും തോന്നുന്നില്ല എന്ന രൂപത്തിലാണ് പൊതുവെ സ്ത്രീകൾ അതിനെ എടുക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ഇതിൽ ഉദ്ധരിച്ച ഡേവിഡ് എംബസ് കൃത്യമായിട്ട് പറയാം. അദ്ദേഹം ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ സൈക്കോളജിസ്റ്റാണ്. വേൾഡിലെ ഒരു 50 സൈക്കോളജിസ്റ്റിനെ എടുത്താൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വളരെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ്, ഇപ്പോൾ എന്താണോ നോർമൽ സിനാരിയോ അതിൻ്റെ വളരെ താഴെയാണ് പെണ്ണ് ചിന്തിക്കുന്നുള്ളൂ. അണ്ടർ പെർസെപ്ഷനിലാണ്, വളരെ താഴെയാണ് ചിന്തിക്കുന്നുള്ളൂ. അതേസമയം ആണുങ്ങൾ അതിൽ ഓവർ പെർസെപ്ഷനാണ്. അപ്പോൾ ഒരു പെണ്ണുമായിട്ട് ഇതാക്കുമ്പോൾ ആണിൻ്റെ ഉള്ളിൽ പിന്നെ പലതും തോന്നും, അവൾക്ക് ഇങ്ങോട്ടും അങ്ങനെ തോന്നുന്നുണ്ട് എന്നൊക്കെയുള്ള സിനാരിയോസ് തോന്നും. അതേസമയം പെണ്ണിന് ഇതെങ്ങനെ ആയാലും ഫ്രണ്ടായിരിക്കും, എൻ്റെ കോവർക്കറാണ്, എൻ്റെ ഫ്രണ്ടാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും തോന്നൂല. അതൊരിക്കലും ആ പെണ്ണിനെ ആണിൻ്റെ ബ്രെയിൻ കൊണ്ട് ചിന്തിക്കാൻ കഴിയൂല. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ പിന്നെ കേരളത്തിലാണല്ലോ തിരുവനന്തപുരത്ത് മറ്റേ CET ബസ് സ്റ്റോപ്പിൽ മടിയിലിരുന്ന് പ്രതിഷേധിച്ചൊക്കെ. ബസ് സ്റ്റോപ്പിൽ മടിയിലിരുന്ന് പ്രതിഷേധിക്കുമ്പോൾ സത്യത്തിൽ അന്നത്തെ ഇപ്പം മീഡിയ കവറേജ് ഒക്കെ നോക്കിയാലും പെൺകുട്ടികളാണ് മുമ്പിൽ വന്ന് പറയുന്നത്, ഞങ്ങൾ മടിയിലിരിക്കും, ഞങ്ങൾ ഫ്രണ്ട്സാണ്, അതിനെന്താ കുഴപ്പം, ഞങ്ങൾക്കൊന്നും തോന്നുന്നില്ല. അത് കാരണം അവർക്ക് തോന്നൂല, കാരണം അവർക്ക്. പക്ഷെ അതേസമയം ആണിനോട് ചോദിച്ചാൽ ഒന്നെങ്കിൽ അവൻ നുണ പറയണം, അല്ലെങ്കിൽ അവൻ അസെക്ഷൽ ആവണം. ഇത് രണ്ടുമല്ലാതെ കഴിയൂല. അപ്പൊ ഇതാണ് അതിലുള്ള സിറ്റുവേഷൻ. അപ്പോൾ ഇത് ഈ ഒരു വ്യത്യാസമാണ്. അതായത് ആണിനും പെണ്ണിനും ഈ സെക്ഷൽ തോട്ട്സ് വരുന്ന വിഷയത്തിലുള്ള ഈ വ്യത്യാസം ഇത് രണ്ടുപേർക്കുണ്ട്. ഇപ്പം പെണ്ണിന് ആണിന്റെ മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ ആണിന് പെണ്ണിനും ആണിന് പെണ്ണിന്റെ ബ്രെയിൻ കൊണ്ട് ചിന്തിക്കാൻ പറ്റൂല എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും രണ്ട് തരത്തിൽ. അതായത് സൊസൈറ്റിയിൽ സ്ത്രീകളെ അടക്കം കുറച്ചുകൂടി മാനിപ്പുലേറ്റ് ചെയ്യാനും ഇത് കാരണമാകുന്നുണ്ട്. ഈവൻ സൊസൈറ്റിയിൽ മാത്രമല്ല, ഈ വ്യക്തിപരമായ ബന്ധങ്ങളിലും ഇത് പലപ്പോഴും പ്രശ്നമാവുന്നത് അതുകൊണ്ടാണ്. കാരണം അതുകൊണ്ടാണ് ഇപ്പൊ ഈ ചോദ്യം വന്നിട്ടുള്ളത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, വളരെ ജെന്യൂൻ ആയിട്ടാണ് ചോദിക്കുന്നത്. ഒരിക്കലും നുണ പറയുക അല്ലെങ്കിൽ വാദിച്ച് ജയിക്കാനോ അല്ല. ആ കുട്ടിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം എന്താ, ആ കുട്ടി പെണ്ണാണ്. ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വിഷ്വൽ സ്റ്റിമുലൈ എന്ന് പറയുന്നത് പ്രൈമറി സ്റ്റിമുലൈ അല്ല സെക്ഷൽ വിഷയത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തോന്നൽ ഉണ്ടാവില്ല. എന്നാൽ ആ മറുഭാഗത്തുള്ള ആണിനെ സംബന്ധിച്ചിടത്തോളം ആണ് പൂർണ്ണമായ ഒരു ആണാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഭംഗിയുള്ള സ്ത്രീ ആണെങ്കിൽ കണ്ടാൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള തോട്ട്സ് വരും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒരു ആണിന്റെ മടിയിൽ പെണ്ണിരുന്നിട്ട് എനിക്കൊന്നും തോന്നില്ല അവനും തോന്നില്ല എന്ന് പറയുന്നത് ഈ പിന്നെ ഒരു മാനസിംഹത്തിന്റെ മടിയിലിരിക്കുന്ന രണ്ടുപേരും വെജിറ്റേറിയൻ ആണെന്ന് പറയുന്നത് പോലെയാണ് എന്ന് പറയുന്നത്. അപ്പം ഈ വ്യത്യാസത്തെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഇത്
നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു വാദം ജയിക്കാൻ വേണ്ടിയോ ഒന്നുമല്ല, പക്ഷെ ഇത് വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കാര്യമാണ്. ആണിൻ്റെയും പെണ്ണിൻ്റെയും ഈ സെക്ഷുവാലിറ്റിയുടെ വിഷയത്തിലുള്ള തോട്ട്സും അല്ലെങ്കിൽ ഹോർമോൺസും അതേപോലെ തന്നെ അവരുടെ ചിന്തകളും എല്ലാം വ്യത്യസ്തമാണെന്നുള്ളത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിനെ ഉൾക്കൊള്ളാതെ എല്ലാം ഒരേപോലെയാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ ചോദ്യങ്ങളുടെ ഒരു അത് തുടങ്ങുന്നത് അതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ചേട്ടന് പെങ്ങളുണ്ട്, ഞാൻ എല്ലാവരും പറയണട്ടാ, പെങ്ങൾക്ക് മക്കളുണ്ട്, ഡിഗ്രിക്ക് അല്ലെങ്കിൽ +2 അങ്ങനെയൊക്കെ പഠിക്കുന്ന പിള്ളേര്. അവര് വീട്ടിൽ വന്നിട്ട് ഡ്രസ്സുകൾ കണ്ട ചേട്ടൻ എന്താവും? ഇതിന് മറുപടി അത് ചോദ്യം ചോദിക്കണം. ചോദ്യം, അതായത് ബന്ധുക്കൾ അല്ലെങ്കിൽ രക്തബന്ധുക്കളോട് എന്തുകൊണ്ട് തോന്നുന്നില്ല എന്നുള്ളതിനും സയൻസിൽ ഉത്തരമുണ്ട്. അപ്പം നമ്മൾ ഈ ആൺപെൺ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു ഭംഗിയുള്ള ഒരു പെണ്ണിനെ കണ്ടാൽ അത്തരത്തിലുള്ള വിഷ്വൽ സ്റ്റിമുലൈ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞപ്പോൾ പെങ്ങൾ അല്ലെങ്കിൽ പെങ്ങളുടെ മക്കൾ ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയും ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ശാസ്ത്രം വളരെ കൃത്യമായിട്ട് അതിനൊക്കെയുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവർ വീണ്ടും ഈ ഒരു നോർമലായ കാര്യങ്ങളെ അല്ലെങ്കിൽ നോർമലായി ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, പലതരം ഇത്തരത്തിലുള്ള സിനാരിയോസ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് അവിടെയും ഇല്ല എന്ന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ചൈൽഡ്ഹുഡൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്ഷൽ അവേർഷനാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് തോന്നൂല, സെക്ഷൽ ഫീൽ നമുക്ക് തോന്നൂല. ചൈൽഡ്ഹുഡ് കോറസിഡൻസിൻ്റെ കൂടെ ഇപ്പോൾ ചൈൽഡ്ഹുഡിൽ പിന്നെ കുട്ടികൾ ഒരുമിച്ച് ഒരേ വീട്ടിൽ ഒരേ പിന്നെ എൻവയോൺമെൻറ്റിൽ ചൈൽഡ്ഹുഡ് ഷെയർ ചെയ്യുന്നത് സെക്ഷൽ അവേർഷൻ ഉണ്ടാക്കും. അതേപോലെ തന്നെ മെറ്റേണൽ പെരിനേറ്റൽ അസോസിയേഷൻ, ഇപ്പോൾ ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന ഡെലിവറിൻ്റെ തൊട്ട് മുമ്പുള്ള മാസങ്ങളും ശേഷമുള്ള മാസങ്ങളും ഇതാണ് മെറ്റേണൽ പെരിനേറ്റൽ അസോസിയേഷൻ. ഇത് കാണുന്ന ഇതിന് വിറ്റ്നസ് ആകുന്ന ഒരു സിബ്ലിങ്, ഈ സിബ്ലിങ്ങിന് ആ ഉമ്മയിൽ നിന്ന് അല്ലെങ്കിൽ ആ മദറിൽ നിന്ന് വരുന്ന മറ്റു കുട്ടികളോടും സെക്ഷൽ അവേർഷൻ ഉണ്ടാവും. ഇവിടെ ഒന്നും സെക്ഷൽ എന്തുണ്ടാവില്ല, ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ല എന്നുള്ളത്. അതാണ് പിന്നെ വെസ്റ്റ് മാർക്ക് എഫക്റ്റ് എന്നും കൂടി നമ്മൾ പറയുന്നത്. അതാണ് ഈ ചൈൽഡ്ഹുഡ് കോറസിഡൻസ് എന്നൊക്കെ പറയുന്നതാണ് വെസ്റ്റ് മാർക്ക് എഫക്റ്റ്. അവിടെ ഈ ജെനറ്റിക് സെക്ഷൽ അട്രാക്ഷനിൽ സെക്ഷൽ അവേർഷനാണ് ഇവർക്കിടയിൽ ഉണ്ടാവുക. അതേസമയം ഇപ്പോൾ ഇപ്പോൾ ചെറുപ്പത്തിൽ 2 സിബ്ലിങ്സ് വളരെ ചൈൽഡ്ഹുഡിൽ ഇവർ സെപ്പറേറ്റഡ് ആയി, പിന്നീട് കുറേ കാലം വേറെ താമസിച്ചു, പിന്നെ ചിലപ്പോൾ ഒരു കൗമാരത്തിലോ യങ് ഏജിലോ ഇവർ ഒരുമിച്ച് കാണുമ്പോൾ അപ്പോൾ അവർക്കിടയിൽ സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടാകും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ഒരുമിച്ചൊരു കുടുംബത്തിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഈ പെങ്ങളെ കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ അവരോടൊന്നും നമുക്ക് സെക്ഷൽ അട്രാക്ഷൻ തോന്നാതിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഈ ഒരു ബയോളജിക്കൽ ഫാക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ തോന്നൂല എന്നുള്ളതാണ്. കാരണം അത് കുടുംബത്തിൽ പിറന്നവരാണെങ്കിൽ, കാരണം അവർക്ക് ആ ഒരു കോറസിഡൻസ് ഉണ്ടല്ലോ. പക്ഷെ കുടുംബത്തെ എതിർക്കുന്ന ആളുകൾക്ക് പിന്നെ അതുപോലും ഉണ്ടാവില്ല, കാരണം കോറസിഡൻസ് ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും പിന്നെ ഇൻസെസ്റ്റിലേക്കും ഇതിലേക്കൊക്കെ പോകും. അതുകൊണ്ടാണ് പല ഇൻസെസ്റ്റിന് വേണ്ടി വാദിക്കുന്നതും അവർ തന്നെയാണ്. കുടുംബത്തെ എതിർക്കുന്നവരാണ് ഇൻസെസ്റ്റിന് വേണ്ടി വാദിക്കുന്നവർ. അതുകൊണ്ട് തന്നെ മാച്ചിങ് ആണ്. ഇത് നമ്മൾ ഒന്ന് സൂചിപ്പിച്ചപ്പോൾ അതിന് മറുപടി ആയിട്ട് വന്നത് അങ്ങനെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഒരു മനുഷ്യന് സ്വന്തം രക്തബന്ധത്തിലുള്ളവരോട് സെക്ഷൽ തോട്ട്സ് ഉണ്ടാവില്ല എന്നുള്ളത് അതാണ് ഞാൻ അപ്പൊ റേപ്പ് നടക്കുന്നില്ലേ? അപ്പോൾ ഇവര് ആദ്യം ചോദിക്കുന്നത് എന്താണ്, ഇങ്ങനെ പിന്നെ പെങ്ങളുടെ മക്കളോ അപ്പൊ എന്തെങ്കിലും തോന്നുമോ എന്നുള്ളതാണ്. അപ്പൊ നമ്മളതിന് തോന്നാത്തതിന്റെ കാരണം പറഞ്ഞപ്പോൾ റേപ്പ് നടക്കുന്നില്ലേ? അപ്പൊ ഇവരുടെ ആദ്യത്തെ ചോദ്യത്തെ ഇവർ തന്നെ റദ്ദ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ പെങ്ങളുടെ മക്കളല്ലേ അവിടെ റേപ്പ് നടക്കുന്നില്ലേ? 2 ചോദ്യം ക്ലബ് ചെയ്താൽ തന്നെ ആദ്യത്തെ ചോദ്യത്തിലൂടെ ഇവർ എന്താണ് ഉദ്ദേശിച്ചത് അത് റദ്ദ് ചെയ്തിട്ടുണ്ട്. അപ്പൊ റേപ്പ് നടക്കുന്നില്ല എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അവിടെയാണ് പറഞ്ഞ ഡിസ്പ്ലേസ്ഡ് സെക്ഷൽ അഗ്രഷൻ തിയറി വരുന്നത്. അപ്പൊ അതിപ്പോ നമ്മൾ ഒരാൾ ഹൈലി എക്സ്പോസ്ഡ് ആണ്. ഇപ്പോൾ അതിൻ്റെയൊക്കെ കണക്കുകളുണ്ട്. ഇപ്പോൾ ഓരോ സിറ്റീസിലും ഒരു പുരുഷൻ എത്രത്തോളം സെക്ഷൽ പിന്നെ ഇമേജസിനോട് വിഷ്വൽസിനോട് എക്സ്പോസ്ഡ് ആവണം എന്നുള്ളത്. ഇത് മുഴുവൻ പിന്നെ ഇവനിൽ ഉണ്ടാക്കുന്ന ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ ഇത് ആ കണ്ട ടാർഗറ്റിനോട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എവിടെയാണോ ഒരു പോയിന്റ് കിട്ടുന്നത് അവിടെ സാറ്റിസ്ഫൈ ചെയ്യും. അത് ചിലപ്പോൾ പിന്നെ വീട്ടിലുള്ള ആളാവാം, അയൽവാസികളാവാം, ചെറിയ കുട്ടികളാവാം, ആരും ആവാം, പ്രായമുള്ളവരാകാം. അപ്പോൾ അതാണ് ഈ ഡിസ്പ്ലേസ്ഡ് സെക്ഷൽ അഗ്രഷൻ. ഫ്രസ്ട്രേഷൻ അഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു അഗ്രഷൻ ഉണ്ടാവണമെങ്കിൽ ഏത് തരത്തിലുള്ള അഗ്രഷൻ ആണെങ്കിലും അതിലൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവണം. പലപ്പോഴും എന്ത് ചെയ്യും, ആ എവിടുന്നാണോ ഫ്രസ്ട്രേഷൻ ഉണ്ടായത് അവിടെ തീർക്കും. പിന്നെ നിങ്ങൾ എന്നെ അടിച്ചാൽ ഞാൻ തിരിച്ചടിക്കുക എന്ന് പറയുന്നത്. എന്നാൽ എനിക്ക് നിങ്ങളെ തിരിച്ചടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരാളെ പോയിട്ട് എന്റെ വീട്ടിൽ പോയിട്ട് എന്റെ ഭാര്യനെ അടിച്ച് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ അതെ, അത് ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ ആണ്. ഇതേപോലെ തന്നെ സെക്ഷലി നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നു എന്ന് വെച്ചാൽ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കൂടുന്ന രൂപത്തിൽ അത്തരത്തിലുള്ള സെക്ഷൽ അറോസൽസ് ഉണ്ടാവുന്നു. ആ ടാർഗറ്റിൽ അത് തീർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എവിടെയാണോ തീർക്കാൻ പറ്റുന്നത്, അപ്പൊ ദുർബലരായ ആളുകളായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലുള്ള കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ പ്രായമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ആരെയാണോ ഒറ്റക്ക് കിട്ടുന്നത് ചിലപ്പോൾ രാത്രിയിൽ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ സെക്ഷൽ വയലൻസുകളൊക്കെ ഇതിൽ നിന്നുണ്ടാവുന്നത് അധികം.
അപ്പോൾ അവിടെ തീർക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പലപ്പോഴും പല രൂപത്തിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ പറഞ്ഞ കുട്ടികളെ പിന്നെ എന്തുകൊണ്ട് ചെയ്യുന്നു, അത് വസ്ത്രം കൊണ്ടാണോ, അതേപോലെ തന്നെ പ്രായമുള്ളവർ റേപ്പ് ചെയ്യപ്പെടുന്നില്ലേ, ഡെഡ് ബോഡി നമ്മുടെ ചർച്ചയിൽ തന്നെ വന്നിരുന്നത്, ഡെഡ് ബോഡി, അതേപോലെ തന്നെ നന്നായി വസ്ത്രം ധരിച്ചിട്ടും അവർക്ക് സുരക്ഷ ഇല്ല എന്നൊക്കെ അപ്പൊ ഇതിനൊക്കെ കാരണം ഈ പറഞ്ഞ തന്നെയാണ്. അതാണ് പിന്നെ ഭയങ്കരമായി സെക്ഷലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ജീവിക്കുകയും അവിടെയുള്ള പുരുഷന്മാർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുകയും ചെയ്യുക. എന്നാൽ ആ ടാർഗറ്റിൽ അത് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ഡിസ്പേസ്ഡ് ആയിട്ട് അത് തീർക്കുക എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒന്നും അർത്ഥം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയാണെന്നോ അല്ലെങ്കിൽ അതിന് വേണ്ടി പറയാന്നുള്ളതല്ല, മറിച്ച് ഇതൊരു റിയാലിറ്റിയാണ്. ഇങ്ങനെയുള്ളവർ ഒരുപാട് സൊസൈറ്റിയിൽ ഉണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നതിന്റെ പിന്നിലുള്ള ശാസ്ത്രം പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടത്. ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ ആവശ്യമായ മോറൽ കോഡാണ്, നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള ധാർമ്മികതയാണ്, അതിന്റെ എഡ്യൂക്കേഷനാണ്, അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. എന്നാൽ അതേസമയത്ത് ഈ റിയാലിറ്റികൾ ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്, അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ. സ്ത്രീയെ ഒബ്ജക്ടിഫൈ ചെയ്ത് കാണുന്നത് നിങ്ങൾ ഈ ഒരു സങ്കുചിത ഒരു എന്റെ കാര്യമല്ല. അതെ, ഞാൻ പറയട്ടെ, ഞാൻ മുംബൈ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ ലണ്ടനിൽ ജീവിച്ചൊരു വ്യക്തിയാണ്. എനിക്ക് അവിടെയെല്ലാം അനുഭവിച്ചതിനേക്കാൾ തീവ്രമായ പ്രശ്നങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് ഈ കേരളത്തിലാണ്. എനിക്ക് ദുഃഖകരമായി തന്നെ എനിക്കത് പറയേണ്ടി വരും. അപ്പോ ഭയങ്കര ദുഃഖത്തോടു കൂടിയാ പറയണം. അപ്പോൾ ഏതായാലും നമ്മൾ പറഞ്ഞ കാര്യം ഒബ്ജക്ടിഫിക്കേഷന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അത് ഈവൻ ഈ വസ്ത്രധാരണമായിട്ട് ബന്ധപ്പെട്ട അടക്കം ഈ ഒബ്ജക്ടിഫിക്കേഷൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ ലണ്ടനിൽ താമസിച്ചിട്ടുണ്ട്, കേരളത്തിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ലണ്ടനിലുള്ളതിനേക്കാൾ കേരളത്തിലുണ്ട് എന്നുള്ളത്, അങ്ങനെയാണ് ആ ഒരു പോയിന്റ് റദ്ദ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവർ ആ കമ്പാരിസൺ ലണ്ടനും കേരളയും കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഒബ്സർവേഷൻ ലണ്ടനിനേക്കാളും ഒരു പക്ഷേ സെക്ഷൽ ഹെൽത്ത് കേരളത്തിലാണ് കൂടുതൽ എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം കുറച്ചും കൂടി സെക്ഷൽ ലൈഫ് നന്നായി ആസ്വദിക്കുന്നത് ചിലപ്പോൾ കേരളത്തിലായിരിക്കും എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ എന്തുകൊണ്ട് ലണ്ടനിൽ ഇത് തോന്നുന്നില്ല എന്നുള്ളത്, ഇത് പിന്നെ ഈ ന്യൂഡിറ്റിയോട് ഹൈലി എക്സ്പോസഡായി നമ്മളെ ബ്രെയിന് നമ്മളൊരു അമിഗ്ഡാല കൂളിംഗ് ഓഫ് അല്ലെങ്കിൽ ഹാബിച്വേഷൻ, അതും അല്ലെങ്കിൽ ഡീസെൻസിറ്റൈസേഷൻ എന്നൊക്കെ പറയും. ഒരു കാര്യത്തിന് കൂടുതൽ എക്സ്പോസഡ് ആയാൽ പിന്നെ ബ്രെയിൻ അതിനോട് സെൻസിറ്റൈസ് ചെയ്യാതെ വരും, പ്രതികരിക്കാതെ വരും. അപ്പോൾ നമുക്ക് പിന്നെ എന്തുവാണെന്ന് വെച്ചാൽ അതിനേക്കാൾ കൂടിയ ഡോസ് ഉള്ളത് കിട്ടിയാലേ നമുക്കൊരു സെൻസിറ്റൈസേഷൻ കിട്ടുള്ളൂ. അപ്പോൾ കുറേ ന്യൂഡിറ്റിയോട് എക്സ്പോസഡ് ആയാൽ നമുക്കിപ്പോൾ നോർമലി നമ്മൾ ആ ഡ്രസ്സ് വളരെ ഷോർട്ട്സും ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കണ്ടാൽ പിന്നെ നമുക്കത് നോർമലായി, പിന്നെ ബ്രെയിൻ അതിനോട് ഒരു സെൻസിറ്റൈസ് ചെയ്തൊരു ഫീൽ നമുക്ക് കിട്ടില്ല. പിന്നെ നമുക്ക് അതിൻ്റെയും കൂടുതൽ കണ്ടാലേ ഫീൽ കിട്ടുള്ളൂ. അതുകൊണ്ട് കൂടിയാണ് ഈ വെസ്റ്റേൺ കൺട്രീസിൽ നിന്നാണ് ഈ ഹൈ എറോട്ടിക് ആയിട്ടുള്ള പോൺ വീഡിയോസ് വരുന്നത്. വളരെ വൈൽഡായിട്ടുള്ള പോൺ വീഡിയോസ്. എന്തുകൊണ്ടാ വെച്ചാൽ അവർ നോർമൽ മെയിൽ ടു ഫീമെയിൽ സെക്ഷൽ ഇതിൽ അവിടുത്തെ ആളുകൾ സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ അത് അവരെ സംതൃപ്തിപ്പെടുത്തുന്നില്ല. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി വൈൽഡായ ഒരു ഹാർഡ് കോർ സാധനത്തിലേക്ക് പോകേണ്ടി വരും. അതാണ് അങ്ങനത്തെ പോൺ വീഡിയോസ് അവിടെ നിന്ന് വരുന്നത്. മാത്രമല്ല ഇപ്പോൾ ത്രീസം ഫോർസൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഈ നോർമലിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ഒരു വൈൽഡ് വെറൈറ്റിയിലേക്ക് പോവുകയാണ്. കിങ് സെക്സ് ഇപ്പോൾ മറ്റേ BDSM ഒക്കെ സ്ട്രാങ്കുലേഷനും പിന്നെ ശ്വാസം മുട്ടിച്ചിട്ടൊക്കെ പിന്നെ സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുക, ഇതൊക്കെ എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ഇത് ഡീസെൻസിറ്റൈസേഷൻ ആയിട്ട് പിന്നെ വൈൽഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഒരു നോർമൽ സെക്സിനെ ഹെൽത്തി ആയിട്ട് ആസ്വദിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഇവരെത്തി എന്നുള്ളതാണ്. അതേസമയം ഇവിടെ ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു സ്ത്രീ ഒരു പബ്ലിക് സ്പേസിൽ ഒരു കുറഞ്ഞ രൂപത്തിൽ തന്നെ ഒരു ബോഡി എക്സ്പോസർ ആയാൽ തന്നെ ആളുകൾ വല്ലാതെ നോക്കും. എന്തുകൊണ്ടാണ് നോക്കുന്നത് വെച്ചാൽ ആളുകളെ അത് സെക്ഷലി അത് സാറ്റിസ്ഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാ വെച്ചാൽ അവരെ സെക്ഷൽ ലൈഫ് അത്രയും ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് നോർമലി ഒരു പെണ്ണിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇണയുടെ കൂടെ നന്നായി സെക്സ് ആസ്വദിക്കാൻ കഴിയുന്നുള്ളതാണ്, അവിടെ അത് ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിൽ ഒരിക്കലും അതൊരു പോസിറ്റീവ് സൈൻ അല്ല. കാരണം ഇപ്പം നമ്മൾ ലഹരിന്റെ വിഷയത്തിലൊക്കെ പറയാറുണ്ട്, ലഹരിയിൽ അതായത് അവിടെ ഒരു സെൻസിറ്റൈസേഷൻ അല്ലെങ്കിൽ അവിടെ ഒരു സാച്ചുറേഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ കൂടിയ ഡോസ് കിട്ടിയതിൽ മാത്രമേ അവർ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അപ്പോൾ ഇത്ര ചെറിയ ഇതിൽ കഴിച്ചിട്ടും എൻ്റെ സൊസൈറ്റിയിൽ ലഹരിയൊന്നും ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നല്ലതല്ല, മറിച്ച് അതിനേക്കാൾ അപ്പുറത്തേക്ക് ഡോസിലേക്ക് ആളുകൾ പോകും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ സെക്ഷൽ വിഷയത്തിലും ഇവിടെ എക്സ്പോസ്ഡ് ആവുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൊസൈറ്റി ഉണ്ടാവുന്നു. അതിനർത്ഥം ഒരിക്കലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബേസിക് നീഡായിട്ടുള്ള ഈ സെക്ഷുവാലിറ്റിയും അത്തരത്തിലുള്ള തോട്ട്സും ഇല്ലാതാവില്ല. അപ്പം പിന്നെന്ത് ചെയ്യും, സാധാരണ കവിഞ്ഞ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകും. അവിടെയാണ് ശരിക്കും നേരത്തെ പറഞ്ഞത് പിന്നെ പല രൂപത്തിലുള്ള, അതേപോലെ തന്നെ നെക്രോഫീലിയ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള നമ്മളൊന്നും ഒരിക്കലും ആലോചിക്കാത്ത ബെസ്റ്റിയാലിറ്റി, മൃഗങ്ങളുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെയുള്ള പല വൈൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും ഈ സൊസൈറ്റികൾ പോകാൻ കാരണം ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞ നോർമൽ ആയിട്ടുള്ള സെക്ഷൽ ലൈഫ് ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ സൊസൈറ്റി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും സംഭവിക്കുന്നത്
ഇവര് ചില ആളുകളൊക്കെ ഈ ഒരു കാര്യത്തിന് ഒരു പരിഹാരമായിട്ട് പറയാറുണ്ട്, ഇതിങ്ങനെ ഡീസെൻസിറ്റൈസ് ചെയ്താൽ ഒക്കെ ഇല്ലാതായിക്കോളും, പ്രശ്നം തീരും എന്നുള്ളത്. പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ. അത് കൂടുതൽ വൈൽഡ് ആയിട്ടുള്ള ചിന്താഗതിയിലേക്ക് പോകുള്ളൂ. അതെ അതെ, അത് സൊസൈറ്റിക്ക് അടക്കം അത് ഹാമാണ്. പിന്നെ ഈവൻ ഒരു അഗ്രസീവ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വരെ പല ഇത്തരത്തിലുള്ള ഫാന്റസികളും പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ ചിന്തിച്ചിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കുമ്പോൾ ശരിക്കും അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത് എന്നുള്ളത് കൂടിയാണ് ഈ കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് തലയിൽ ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്ന സമയത്ത് സെക്സ് തോന്നുന്നു പറഞ്ഞു, ആ സമയത്ത് ഇപ്പഴത്തെ ഹോർമോണിൽ പോലീസിന് ഓർമ്മ വരുന്ന സാർ പറഞ്ഞില്ല. ആ വിഷയത്തിൽ മാത്രം ഒരു ശാസ്ത്ര പഠനം നടന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്, അവിടെ കൃത്യമായി പുരുഷന്മാരിൽ മാത്രം നടത്തിയ ശാസ്ത്രീയ പഠനം പറയുന്നത് വെച്ചാൽ 35% പുരുഷന്മാരും പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകൾ ആണെന്നാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ നേരത്തെയുള്ള ബയോളജിക്കലായിട്ടുള്ള അട്രാക്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അതേപോലെ പോലീസിന് ഓർമ്മ വരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന് ഓർമ്മ വരുന്നുള്ളത് കൊണ്ട് പുരുഷന്മാരുടെ ബയോളജി അതാണെന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, അത് റദ്ദ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്, പുരുഷന്മാർ എത്രത്തോളം ഈ വിഷയത്തിൽ ഇങ്ങനെ ഈ രൂപത്തിൽ ചിന്തിക്കുന്നവരാണെന്നുള്ളൊരു പഠനം കൂടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്. ഈ പിന്നെ ഇപ്പോൾ ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളെ കണ്ടെത്തുക എന്നുള്ള രൂപത്തിൽ അതിനെ പല പുസ്തകങ്ങളും കോട്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ അതിൽ ഒരു സർവേ ആണ്. അപ്പോൾ ആ സർവേയിൽ ഇവരോട് ചോദിക്കുകയാണ്, ഇപ്പോൾ പുരുഷന്മാരോട് ചോദിക്കുകയാണ്, അപ്പം നിങ്ങൾ ഒരു പെണ്ണിനെ റേപ്പ് എന്നൊന്നുമുള്ള വാക്കൊന്നും അതിൽ യൂസ് ചെയ്യുന്നില്ല, റേപ്പ് എന്നൊന്നും പറയുന്നില്ല. അതിൽ പറയുന്നത് ഇതാണ്, നിങ്ങൾക്ക് ഒരു പെണ്ണിനെ ഫോഴ്സ്ഫുള്ളി സെക്സിലേക്ക് കൊണ്ടുവരാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കുമോ ഇല്ലേ എന്നുള്ളതാണ്. എന്നിട്ട് അവർക്ക് ഒരു അഷ്വറൻസ് കൊടുക്കുകയാണ്, ഇത് നിങ്ങളുടെ വീട്ടിലാരും അറിയില്ല, നിങ്ങളുടെ സർക്കിളിൽ ആരും അറിയില്ല, നിങ്ങളുടെ ഡിഗ്നിറ്റിക്കോ ഒന്നും പറ്റില്ല, ഇതിൽ ഒരു പോലീസ് കേസോ കോടതിയിലോ ഒന്നും പോവില്ല, ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ചെയ്യുമോ എന്നാണ്. അപ്പോൾ അതിൽ വന്ന പിന്നെ സർവേൻ്റെ റിസൾട്ടിലാണ് ഓൾമോസ്റ്റ് 35% അത് ചെയ്യും, ഇങ്ങനെ ഈ ഒരു അഷ്വറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, നമ്മളെ മുമ്പിൽ വരുന്ന, ഇപ്പോൾ ഒരു സ്ത്രീ ചിന്തിക്കേണ്ടത്, നമ്മളെ മുമ്പിൽ വരുന്ന പുരുഷൻ അത് ഈ 35-ലാണോ 65-ലാണോ ഒന്നും നമുക്കറിയില്ല, ഇയാൾ ഏത് ഇതാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ പിന്നെ പുരുഷൻ ഏത് ടൈപ്പും ഇതിലാവാം. പക്ഷേ എല്ലാ പുരുഷന്മാരും അങ്ങനെയാണ് എന്നല്ല, മജോറിറ്റി പുരുഷന്മാരും നല്ലത് തന്നെയാണ്. ഇനിയിപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സെക്ഷുവൽ ഫീൽ തോന്നിയാലും അത് കൺട്രോൾ ചെയ്യാനുള്ള ശേഷി അവർക്കുണ്ട്, കൺട്രോൾ ചെയ്യണം, അത് തന്നെയാണ് വേണ്ടത്. എന്നാലും ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ പുരുഷന്മാർ നമ്മളെ സൊസൈറ്റിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതെ അതെ, അപ്പോൾ ആ ഒരു കോൺസിക്വൻസുകൾ ഇല്ലെങ്കിൽ ഇത് ചെയ്യാവുന്നവരാണ്. അപ്പോൾ ശരിക്കും ഈ നമ്മൾ ഈ ഫാഷൻ ഷോകളെ കുറിച്ചോ അല്ലെങ്കിൽ ന്യൂഡായിട്ടുള്ള പിക്ചേഴ്സ് അല്ലെങ്കിൽ കുറച്ചും കൂടി ബോഡി എക്സ്പോസ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ഇടുന്ന പെൺകുട്ടികളൊക്കെ പ്രത്യേകിച്ചും ആലോചിക്കേണ്ട ഒരു കാര്യം അതാണ്. അതായത് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞത് കോൺസിക്വൻസ് ഇല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്, തോട്ട് ഉണ്ടാകുന്നതിനെ കുറിച്ചല്ല. അപ്പം ഫോഴ്സ്ഫുള്ളി ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ള ആളുകൾ പോലും 35 ഉണ്ടെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ എത്രത്തോളം പുരുഷന്മാർ നിങ്ങളുടെ പിന്നെ ഈ ഇമേജ് നോക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ നോക്കിയിട്ടോ അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാവുന്നവരുണ്ടാവും. അപ്പോൾ ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ പെൺകുട്ടികളായ ആളുകളോട്, നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ഒരാൾ നോക്കി ഇത്തരത്തിൽ ഒരു പിന്നെ ഒരു പ്ലഷർ നേടുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണോ? ഇതാണ് ശരിക്കും ഓക്കെ. പ്ലഷർ നേടുക എന്ന് മാത്രമല്ല, ഒരു 35% കോൺസിക്വൻസ് ഇല്ലെങ്കിൽ നിങ്ങളെ ഫോഴ്സ്ഫുള്ളി ഉപയോഗിക്കാൻ പോലും റെഡിയായ ആൾക്കാർ അല്ലെങ്കിൽ അതുപോലും താല്പര്യമുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യ ബോധം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പഠനങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായും ഇതിന് എഡ്യൂക്കേഷനാണ് വേണ്ടത്. അതേപോലെ തന്നെ പിന്നെ സ്ത്രീകളെക്കുറിച്ച് അവരുടെ ഡിഗ്നിറ്റിയെ പറ്റിയൊക്കെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇത്തരം ചിന്തകളിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്യണം, പുറത്തേക്ക് കൊണ്ടുവരാണ് വേണ്ടത്. പക്ഷെ ഇതൊരു റിയാലിറ്റിയുമാണ്. ആ ഒരു കാര്യത്തിലേക്കാണ് ഈ പഠനങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഒരു വളരെ ചുരുക്കിയ വേർഷനാണ് അവിടെ പറയാൻ പറ്റിയിട്ടുള്ളത്, കാരണം അവിടുത്തെ ഒരു സമയത്തിന്റെ ഒരു പരിമിതി കൊണ്ട്. അപ്പം ഇനിവേ ഈ വിഷയം കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വിഷയങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. അസ്സലാമു അലൈക്കും.